ചാലക്കുടി പുഴയിൽ നിന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചവരാണ് നമ്മളെല്ലാവരും. പക്ഷേ അതിന് ഇനിയൊന്ന് പേര് ചൊല്ലി വിളിക്കാൻ കഴിയാത്തത്ര വലിയ ദുരിതവും ഗതികേടും ഒരു സമൂഹത്തിന് മുഴുവൻ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. സ്വന്തം വീടിനുള്ളിൽ വെച്ച് 4 വയസ്സിന് മുൻപ് ഒരു പെൺകുഞ്ഞ് ഇത്രയും ക്രൂരമായ പീഡനത്തിനിരയായി എന്ന് പറയുന്നത് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മനുഷ്യരായി തുടരുന്നത് എന്നുള്ളത്. അതിന് മറുപടിയില്ലാതെ തല കുനിച്ച് ലജ്ജിച്ച് നിൽക്കുകയാണ് നമ്മളെല്ലാവരും. ഈ കുട്ടി നിരവധി തവണ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത്. അറസ്റ്റിലായ അച്ഛന്റെ സഹോദരൻ കുറ്റം സമ്മതിച്ചു. ഇത് പോക്സോ കേസ് ആയതുകൊണ്ടാണ് ഈ പ്രതിയുടെ പേരടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ കഴിയാത്തത്. നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. എന്തായാലും ഈ കുഞ്ഞിന്റെ അടുത്ത ബന്ധു തന്നെയാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിരിക്കുന്നത്, പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ ഇയാൾ കുറ്റം നിഷേധിക്കുകയായിരുന്നു. പിന്നീട് ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് പോലീസ് ചോദിച്ചു. ആ ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയത്. പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഈ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ കാലിൽ പിടിച്ച് കരയുകയാണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത്തരത്തിലൊരു ക്രൂരതയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ഇയാൾ ലൈംഗിക വൈകൃതമുള്ള ആളാണ് എന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഇത്തരത്തിലുള്ള പോൺ വീഡിയോസ് അടക്കം കാണുന്നയാളാണ് ഇയാളെന്നാണ് പോലീസിന് ബോധ്യമായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇത് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഈ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഇൻട്രോഗേറ്റ് ചെയ്ത ഘട്ടത്തിൽ ഇയാൾ പോലീസിന് മുന്നിൽ പറയുകയായിരുന്നു.